അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലുൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികളെ, നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കണം എന്നുള്ളത്. കുടുംബത്തിലെ മാതാപിതാക്കൾ, ഭാര്യാമക്കൾ, അതുപോലെ ഭാര്യാ കുടുംബങ്ങൾ, അതുപോലെ നമ്മുടെ മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരും നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ഐക്യത്തിലും ജീവിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കും. പക്ഷേ പല ആളുകളുടെയും വീടുകൾ, അവർ പുറത്തിറങ്ങിയാൽ നല്ല ശുദ്ധന്മാരായിരിക്കും, നാട്ടിൽ വേണ്ടപ്പെട്ട ആളുകളായിരിക്കും, അല്ലെങ്കിൽ ജോലിസ്ഥലത്തിൽ കയറിയാൽ അവർ നല്ല ആളുകളായിരിക്കും, നല്ല വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും അവനെ വേണ്ടപ്പെട്ടവനായിരിക്കും. അതേസമയം കുടുംബത്തിൽ അവൻ ഒന്നിനും കൊള്ളാത്തവൻ, അല്ലെങ്കിൽ ദേഷ്യവും മറ്റുമൊക്കെ കഴിഞ്ഞുകൂടുന്നവനായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് കുടുംബത്തിൽ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവര് എല്ലാ ദിവസവും യാ റഹ്മാനു യാ അല്ലാഹ് എന്ന ദിക്റ് 298 പ്രാവശ്യവും, യാ റഊഫു യാ അല്ലാഹ് എന്ന ദിക്റ് 286 പ്രാവശ്യവും ചൊല്ലൽ പതിവാക്കുക. എന്നാൽ കുടുംബത്തിൽ നല്ല ഐശ്വര്യവും നല്ല സ്നേഹവും നല്ല ബഹുമാനവും കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല ആദരവും ഒക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സ്നേഹം ഉണ്ടാവുക എന്നത് നമുക്കെല്ലാവർക്കും ആവശ്യവുമാണ്. ലാ യദ്ഖുലുൽ ജന്നത്ത ഖാതിഉ റഹ്മിൻ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. കുടുംബ ബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. അപ്പോൾ കുടുംബത്തിൽ നല്ല സ്നേഹത്തിലും ഐശ്വര്യത്തിലും കഴിഞ്ഞുകൂടണം എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ. അതിന് അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുമായും നല്ല സ്നേഹത്തിൽ കഴിഞ്ഞുകൂടാൻ എല്ലാ ദിവസവും യാ റഹ്മാനു യാ അല്ലാഹ് എന്ന ദിക്റ് 298 പ്രാവശ്യവും, യാ റഊഫു യാ അല്ലാഹ് എന്ന ദിക്റ് 286 തവണയും ഓരോ ദിവസവും നാം പതിവാക്കുക. എന്നാൽ കുടുംബത്തിൽ നല്ല സ്നേഹത്തോടു കൂടെ കഴിയാൻ സാധിക്കുമെന്ന് ദിക്റ് തുടങ്ങുമ്പോഴേക്ക് തന്നെ അല്ല, ഒരാഴ്ച പതിവായി നാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല സ്നേഹത്തോടു കൂടെ കുടുംബത്തിൽ കഴിയാൻ സാധിക്കും. മാത്രമല്ല, നാം ചെയ്യുന്ന ജോലികളിലൊക്കെ നമുക്ക് നല്ല സംതൃപ്തിയും സമാധാനവും സന്തോഷവും വിജയവും ലഭിക്കുകയും ചെയ്യും. അല്ലാഹു തആല ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിലും അല്ലാഹു തആല ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عليك بالتأني وأعط دون مني وسر نحو الثريا بسير مطمئن.